Friends, welcome back. Today we will discuss about various points to be remembered while doing a tendering. We are not going to discuss about the procedure that has to be followed while tendering, but while quoting, various aspects that has to be taken care will be discussed today. And to get more information about the project and project management, you can follow Engineers Desk, the channel. ടെൻഡർ ചെയ്യുക കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൈഡ് സബ്ജക്റ്റാണ്. 5 to 6 മിനിറ്റിൽ കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ള ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ കോൺടാക്ട് ഇൻ ദ ഇമെയിൽ ഐ ഡി ഓർ ടെലിഫോൺ നമ്പർ വാട്ട് ഇസ് ഗിവൺ ഫോർ ഡീറ്റെയിൽ സ്റ്റഡി ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് വൈൽ ടെൻഡറിംഗ് ദ പോയിന്റ്സ് ടു ബി ടേക്കൺ കെയർ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ വി ഹാവ് ടു ടേക്ക് കെയർ സ്റ്റഡി ദ ടെൻഡർ ഡോക്യുമെന്റ് പ്രോപ്പർലി. തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വളരെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക, അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ നോക്കുക, സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാകും, അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആദ്യം എന്താണ് സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. മറ്റൊന്ന് ബിൽ ഓഫ് ക്വാണ്ടിറ്റിയാണ്. BOQയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിശദമായിട്ട് വായിച്ചു നോക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങൾ എലിജിബിൾ ആണോ, A ക്ലാസ് കോൺട്രാക്ടർ, B ക്ലാസ് കോൺട്രാക്ടർ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ലിഫ്റ്റിൻ്റെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പല കണ്ടീഷൻസ് പറഞ്ഞ കോൺട്രാക്റ്റാണ് ഉണ്ടാവുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വിശദമായിട്ട് വായിച്ചു നോക്കാം. അതിൻ്റെ കംപ്ലീഷൻ പീരീഡ്, എത്ര സമയം കൊണ്ടാണ് ആ പ്രോജക്റ്റ് തീർക്കേണ്ടത്, അത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പേയ്മെൻറ്റ് ടേംസ്, പെനാൽറ്റി ക്ലോസ്, മറ്റുള്ള സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവും. ചില ജനറൽ കണ്ടീഷൻസിനേക്കാൾ കൂടുതൽ സ്പെഷ്യൽ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആ പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ജനറൽ ആയിട്ടുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള സ്റ്റേജിൽ അത് കോട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവർ കോട്ട് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് 100% സ്കോപ്പ് ഓഫ് വർക്ക് എന്നുള്ളതാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വർക്ക് കിട്ടുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് കോട്ട് ചെയ്തിട്ട് ആ വർക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണെന്ന് വളരെ വിശദമായിട്ട് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് എന്താണെന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. GST നമ്പർ, പാൻ നമ്പർ, ഫിനാൻഷ്യൽ ടേൺ ഓവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ എലിജിബിലിറ്റി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അത് പ്രോജക്റ്റ് കോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ആ കോട്ട് ഓട്ടോമാറ്റിക്കലി ഗെറ്റ് റിജക്റ്റ് ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോപ്പ്, അണ്ടർസ്റ്റാൻഡ് ദ സ്കോപ്പ് പ്രോപ്പർലി. എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്, എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്, MEP വർക്ക് ഇൻക്ലൂഡ് ആണോ, സിവിൽ വർക്ക് ഇൻക്ലൂഡ് ആണോ, സ്ട്രക്ചറൽ വർക്ക് ഇൻക്ലൂഡ് ആണോ, ഫയർ ഫൈറ്റിംഗ് വർക്ക് ഇൻക്ലൂഡ്, ഇങ്ങനെ തുടങ്ങിയ അതിൽ എന്തൊക്കെയാണ് സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കുക. അതിനാവശ്യമായ ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഡീറ്റെയിൽ വേണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ലിസ്റ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും കോൺട്രാക്ട് അത് ചെറിയൊരു എമൗണ്ട്, 1 lakhൻ്റെയോ 1 crore-യോ 10 crore-യോ എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും വിശദമായിട്ട് ഒരു ടീം ഓഫ് ആൾക്കാർ ആ പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ സ്പേസ് അവൈലബിലിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് മെറ്റീരിയൽ സ്റ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, ലേബർ അക്കോമഡേഷൻ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടോ, തുടങ്ങി ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ലോക്കൽ യൂണിയൻ ഇഷ്യൂ, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് സൈറ്റ് സ്റ്റഡി നടത്തുക, സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BOQ വളരെ വിശദമായിട്ട് സ്റ്റഡി ചെയ്യുക. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, അതിൻ്റെ ഡ്രോയിങ്സ്, ടെൻഡർ ഡ്രോയിങ്സ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയ ശേഷം ആവശ്യമാണെങ്കിൽ പ്രീ ബിഡ് കൊറീസ്, പ്രീ ബിഡ് മീറ്റിംഗ് സാധാരണ ഇതിൽ മേജർ പ്രോജക്റ്റിൽ എല്ലാ പ്രോജക്റ്റിലും പ്രീ ബിഡ് മീറ്റിംഗ് നടക്കാറുണ്ട്. പ്രീ ബിഡ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക, കൊറീസ് റേസ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള റേറ്റ് അനാലിസിസും കോൺട്രാക്ട് കണ്ടീഷൻസും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് അനാലിസിസ് ഉണ്ടാക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ലോഡിംഗ് അൺലോഡിംഗ് ചാർജ്, പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി റേറ്റ് അനാലിസിസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ നിങ്ങൾ കോൺട്രാക്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കോൺട്രാക്ടേഴ്സിന് ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെ, അപ്പോൾ 10 to 15% മാർജിൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം റേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കോൺട്രാക്റ്റിൽ ആർബിട്രേഷൻ ക്ലോസ് എന്താണ്, പ്രൈസ് വേരിയേഷൻ ക്ലോസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം പ്രോജക്റ്റ് പലപ്പോഴും 1 വർഷം 2 വർഷം എന്നുള്ള പ്രോജക്റ്റ് 3-4 വർഷത്തേക്കൊക്കെ പലപ്പോഴും നീണ്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് പ്രോജക്റ്റ് പ്രൈസ് വേരിയേഷൻ ക്ലോസ് ഇല്ല എങ്കിൽ നമ്മുടെ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ കയ്യിൽ നിന്ന് വലിയൊരു ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കോൺട്രാക്ട് വർക്ക് കംപ്ലീഷന് ശേഷമുള്ള കണ്ടീഷൻ എന്താണെന്നും വ്യക്തമായി പരിശോധിക്കുക. അതായത് മെയിൻ്റനൻസ് ഇൻക്ലൂഡഡ് ആണോ, അത് കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണോ, അതല്ല ഡിഫക്റ്റ് ലയബിലിറ്റി കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണോ, അത് എത്ര വർഷമാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക. കാരണം ഡിഫക്റ്റ് ലയബിലിറ്റിയും മെയിൻ്റനൻസും ഇൻ്റർ റിലേറ്റഡ് ആണ്, വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ളൊരു മാറ്ററാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് റേറ്റ് അനാലിസിസ് ഉണ്ടാക്കുക. കംപ്ലീഷൻ പീരീഡ് ആണ്. ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 1 വർഷം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 2-3 വർഷം നീണ്ടു പോയി കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന വെതർ കണ്ടീഷൻ, വെതർ ചേഞ്ചസ്, അപ്രൂവൽ പ്രൊസീജിയർ, അപ്രൂവൽ ടൈം ലൈൻ, ഇതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും ഡിലേസും ലോസസും കോൺട്രാക്റ്റിൽ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അനാലിസ് ചെയ്തിട്ടുണ്ടാവണം. ആവശ്യമായ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് ടെൻഡറിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനി രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, EMD, അതുപോലെ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് എന്താണോ അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഈ ടെൻഡർ ഡോക്യുമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തുകൂടെ തന്നെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്.
ഇതുകൂടാതെ ടെൻഡറിൻ്റെ കൂടെ ഡാറ്റ ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ഓഫീസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അവോയ്ഡ് അൺബാലൻസ്ഡ് കോട്ടിംഗ് എന്നുള്ളതാണ്. അൺബാലൻസ്ഡ് കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഐറ്റത്തിന് ഓവർ കോട്ട് ചെയ്തു, രണ്ടാമത്തെ ഐറ്റത്തിന് അല്പം റേറ്റ് കുറച്ചിട്ടു, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതിന് ഹയർ റേറ്റ് ഇട്ടു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോജക്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാക്കും. കാരണം നിങ്ങൾ ഒരു ഐറ്റത്തിന് റേറ്റ് കൂട്ടിയിടുകയും മറ്റൊരു ഐറ്റത്തിന് കുറച്ചിടുകയും ചെയ്ത് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, വർക്ക് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് ക്വാണ്ടിറ്റി കൂടാൻ എന്തെങ്കിലും സാധ്യത പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെവി ലോസ് ഉണ്ടാവും. അങ്ങനെയുള്ള അൺബാലൻസിങ് കോട്ടിംഗ് ചെയ്യരുത് എന്നുള്ളതാണ് ടെൻഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത്. പ്രീബിഡ് മീറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ അല്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രീബിഡ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക. പലപ്പോഴും ഡൗട്ട് ചോദിക്കാതെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. ചെയ്യരുത്. എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്യുക. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൺസേൺ എന്താണെന്ന് അറിയുക. ക്ലയൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് പ്രീബിഡ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്താൽ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് കിട്ടും. അതിനനുസരിച്ച് കോട്ട് ചെയ്യുക. പലപ്പോഴും ടെൻഡറിൻ്റെ കൂടെ EMD കാര്യങ്ങളൊക്കെ വെക്കാൻ പറയാറുണ്ട്, BG ഫോർമാറ്റ് കൊടുക്കാൻ പറയാറുണ്ട്. അത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് അറിയുക. അതിനനുസരിച്ച് കോട്ട് ചെയ്യുക. പ്രോപ്പർ ടെൻഡർ ഡോക്യുമെൻ്റ് അതിൻ്റെ കൂടെ വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓർഡറിൽ BOQ, കറസ്പോണ്ടൻസ്, ക്ലാരിഫിക്കേഷൻ ഇതൊക്കെ കൃത്യമായിട്ടും ഫയൽ ചെയ്തും സൈൻ ചെയ്തും കോൺട്രാക്റ്റിൻ്റെ കൂടെ വെക്കാൻ ശ്രദ്ധിക്കേണ്ടത് കോട്ട് ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. സാധാരണ പ്രോജക്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കുന്നത് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ടീം ഓഫ് ആൾക്കാർക്ക് ഒരു 10 to 15% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഓൾ റിസ്ക് എന്താണ് പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് കൃത്യമായിട്ട് ടെൻഡർ കോട്ട് ചെയ്ത് പ്രോജക്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആർട്ട് വർക്ക് തന്നെയാണ്. ഒരു പ്രോജക്റ്റ് ടീം ഓഫ് വർക്കിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കോട്ട് ചെയ്ത് വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏതൊരു പ്രോജക്റ്റും യുണീക്ക് ആണെന്നാണ് എപ്പോഴും പറയുക. ഓരോന്നും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി വായിച്ചു നോക്കുക. ഹിഡൻ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യരുത്. ലോവസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്തിട്ട് വർക്ക് എടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കണം. ലോവസ്റ്റ് പ്രൈസ് മാത്രം നോക്കരുത്. നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രത്യേകം നോക്കിയിട്ട് മാത്രം പ്രോജക്റ്റ് ഏറ്റെടുക്കുക. സൈറ്റ് കാണുക. ഡീറ്റെയിൽഡ് കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുക. 2-3 വർഷം പ്രോജക്റ്റ് നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള ഡോക്യുമെൻറ്റ് കൃത്യമായി സൂക്ഷിച്ചു വെക്കുക. കോൺട്രാക്റ്റിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെയാണ് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റിന് ഡിഫക്ട് ലയബിലിറ്റി, മെയിൻ്റനൻസ് എന്നീ കോൺട്രാക്ട് ഭാഗങ്ങളൊക്കെ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണെന്ന് നോക്കുക. കാരണം ഡിഫക്ട് ലയബിലിറ്റി മെയിൻ്റനൻസും ഒരു നാരോ ലൈൻ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇമ്പാക്റ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഹൈ ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏതൊരു പ്രോജക്റ്റ് എടുക്കുന്നതും ടു ഗെറ്റ് സം പ്രോഫിറ്റ് എന്നുള്ളത് 100% ഉറപ്പാണ്. 10 to 15% പ്രോജക്റ്റിൽ പ്രോഫിറ്റ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എവറിബഡി ഈസ് കോട്ടിങ്. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ 5 to 6% പ്രോഫിറ്റ് എന്ന രീതിയിലേക്കാണ് സാധാരണ കോൺട്രാക്ട് അവസാനിപ്പിക്കുക. ഞാൻ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ടെൻഡർ കോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് മേക്ക് എ പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ ചെക്ക് ലിസ്റ്റ് ഫയൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ 2-3 വർഷം ആഫ്റ്റർ 2 or 3 years ദിസ് ചെക്ക് ലിസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട്. ഇതെന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഈ കോൺട്രാക്റ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സും കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി മാറും. സോ ദാറ്റ് ചെക്ക് ലിസ്റ്റ് വൺ ഷീറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് കോൺട്രാക്ട് ഡോക്യുമെൻറ്റ് what it has quoted in the project. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഡീറ്റെയിൽസിന് കൂടുതലായിട്ട് വേണം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി ക്ലാസ് വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ നമ്പറിലോ ഇമെയിൽ ID കോൺടാക്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ another video. Bye bye.